ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്നല്ലേ, ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള വലിയൊരു കോവിൽ, അതായത് വലിയൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. 3 ദിവസമായിട്ട് അതിൻ്റെ ഉത്സവം കാര്യങ്ങളൊക്കെ. 4 വർഷം ഇവിടെ പഠിച്ചിട്ട് ഇതുവരെ പോകാൻ പറ്റിയില്ല. ഈ വട്ടവും പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എന്തോ ബൈ ചാൻസ് ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടി, പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ കഴിഞ്ഞാൽ ഇവിടെയാണ് മഹാവിഷ്ണു കിടക്കുന്ന ഒരു ശില്പം ഉള്ളതെന്നാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, ഞാനത് കണ്ടിട്ടും ഇല്ല കേട്ടോ. പക്ഷെ ആദ്യമായിട്ട് പോകാൻ കിട്ടിയൊരു അവസരം എന്തായാലും മുതലാക്കി. ഇനി നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കാരണം നമ്മുടെ 4 വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങാറായിട്ടുണ്ട്. ഇത്രയും നാളും കിട്ടാത്തൊരു ചാൻസ് കിട്ടി, ഇപ്പം ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കിവിടെ കാണണമെന്ന് ആഗ്രഹമുള്ള വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തേരെടുക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ. രാവിലെ ആയിരുന്നു തേരെടുപ്പ്, അതുണ്ടായിരുന്നു. നല്ല വലിയൊരു തേരുണ്ടായിരുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണത്തില്ല, അല്ലു അർജുനൊക്കെ വലിക്കുന്നത്, അതുപോലത്തെ ഒരു സംഭവം കേട്ടോ. പക്ഷെ അത് കാണാൻ പറ്റിയില്ലെങ്കിലും ഉത്സവത്തിന് എല്ലാത്തിനും കൂടി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി ഏറെക്കുറെ എല്ലാം ഞാൻ കണ്ട് മനസ്സിലാക്കി തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ തന്നെയാണ്, വഴിയോരങ്ങളിൽ ഒരുപാട് സാധനങ്ങളും അതുപോലെ തന്നെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ കോവിൽ, ആണ്ടാൾ കോവിൽ. സത്യം പറഞ്ഞാൽ ഇത് കുറേ വട്ടം കണ്ടിട്ടുണ്ട്, പോസ്റ്റിങ്ങിന് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു വട്ടം കൊല്ലത്തിന് ഞാൻ ഫ്രണ്ട്സിനോട് വീട്ടിൽ പോയപ്പോൾ കയറിയിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇതിനുള്ളിൽ കയറാൻ പറ്റുന്നതും ഇതിന് അടുത്തൂടെ പോകുന്നതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ അതിൻ്റെ വഴിയോരങ്ങളിലുണ്ടായിരുന്ന എല്ലാ കടകളിലും കയറി ഇറങ്ങി ഒന്ന് വിലപേശിയൊക്കെ നോക്കി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, പിന്നെ കുറേയൊക്കെ കണ്ട് തിരിഞ്ഞ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറേ വീഡിയോസൊക്കെ എടുത്ത് നമ്മളൊന്ന് എൻജോയ് ചെയ്ത് അതിൽ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറേ കാഴ്ചകൾക്ക് ശേഷം പിന്നെ എൻജോയ്മെൻറ്റിന് ശേഷം നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഇത് ഇത്രയ്ക്കും വലുതാണെന്നും ഇതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. നോർമലി ഒരു ക്ഷേത്രത്തിൽ കയറുന്നത് പോലെ തന്നെ ചെരുപ്പൂരിട്ടൊക്കെയാണ് അതിൻ്റെ അകത്തേക്ക് കയറിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവരെല്ലാവരും പറഞ്ഞത്, ഇവരെല്ലാവരും നോമ്പനുഷ്ഠിച്ച് വന്നിട്ടുള്ളവരാണ്, ഒരുപാട് വയ്യാത്ത ഒരു വീൽ ചെയറിലൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളും ഇതിൻ്റെ അകത്തേക്ക് പോയി എന്താ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് പോയത്. ഇതുപോലെ ഞങ്ങൾ ക്യൂ നിന്നിട്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങൾ കാണാനൊക്കെ ആയിട്ട് പോയത്. നമുക്ക് നല്ല വൈകുന്നേരമാണ് ഞങ്ങൾ പോയെങ്കിലും രാവിലെ തൊട്ടുള്ള അതേ തിരക്ക് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ 3 കൊല്ലം ഇവിടെ നിന്നിട്ട് ഇവിടെ ഒന്ന് വരാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഒന്നും ചെയ്തില്ല. നമുക്ക് കോളേജിൽ 3 ദിവസം ലീവായി ഉത്സവത്തിനിടയിൽ, കാരണം ബസ്സോ കാര്യങ്ങളൊന്നുമില്ല, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ വീട്ടിൽ പോവുക, മുന്നേ പോയി വീട്ടിൽ ഇരിക്കുക, ഇല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഇരുന്ന് വെറുതെ ഉറങ്ങി തീർക്കാറായിരുന്നു പതിവ്. ഈ വർഷം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതെന്തായാലും നമ്മൾ എൻജോയ് ചെയ്തു. കാരണം കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ നമുക്ക് എപ്പോഴും ട്രാവലിംഗ് അല്ലേ ഇഷ്ടം. അങ്ങനെ നമ്മൾ പോയി അങ്ങനെ എല്ലാ ഇടങ്ങളും കണ്ടു. ഒരുപാട് ക്യൂ നിന്നിട്ട് ക്ഷേത്രത്തിനുള്ളിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഇതിനുള്ളിലെ വിഗ്രഹം അങ്ങോട്ടൊന്നും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അവർ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ പരമാവധി എന്നെക്കൊണ്ട് കാണാൻ പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോണിന് ക്ലാരിറ്റി കുറവുള്ളതും അതും എല്ലാവരും ക്ഷമിച്ചു തരാം. പിന്നെ ഒരുമാതിരി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ വിഗ്രഹമൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം നേരെ അതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് വന്നിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ കൊണ്ടുപോയി നമ്മുടെ ഷമീർക്ക കേട്ടോ. ഷമീർക്കാരാന്നറിയാലോ, നമ്മുടെ ഏജ്
ഏജൻ്റാണ്. നമ്മളെ എല്ലാ കാര്യത്തിനും കൊണ്ടുപോയി വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന പോലെ തന്നെ നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോയി ഇങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഇങ്ങനെ എണ്ണി എല്ലാ സ്റ്റുഡൻസും ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മളെ ഓരോ ഇടങ്ങളും കാണിച്ചു തന്ന് ഷമീർക്ക് തന്നെ കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഷമീർക്കയുടെ കൂടെ എല്ലാം പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എവിടെ പോകും എങ്ങനെ പോകുന്ന അറിയത്തില്ല. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എങ്ങനെ വരണമെന്ന് സത്യമായിട്ട് എനിക്കൊരു ബോധമില്ലായിരുന്നു കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു കേട്ടോ, സേഫ്റ്റിക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. കാരണം അത്രയ്ക്കും നല്ല തിരക്കുള്ള ഒരിടമായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമ്മളെല്ലാം അവിടെ കണ്ടിറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ കോവിലിൽ നേരെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ ഇനിയും കണ്ടു തീർക്കാൻ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടു തീർക്കാനായിട്ട് പോയതാണ്. അതിനിടയിൽ കയറി കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ച് അതും കഴിച്ചുകൊണ്ട് കേട്ടോ ബാലൻസ് കടകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴി പിന്നെ നമ്മൾ എല്ലാവരും കൂടെ കയറിയിട്ട് ബജിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഉത്സവമോ അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന മസ്റ്റായിട്ടുള്ള സ്ഥലമാണല്ലോ ബജിക്കട. അവിടെ പോയി ഒരു ബജിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരമോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ലല്ലോ. ഇവിടെയൊക്കെ പോകുമ്പോൾ എൻ്റെ വാപ്പപ്പാനായിട്ട് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പള്ളിപ്പെരുന്നാൾ വാപ്പ ഞങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകായിരുന്നു. അങ്ങനെ വാപ്പ കൊണ്ടുപോയിട്ട് സൈഡിൽ കൂടെയുള്ള കടകളെല്ലാം കാണിച്ചു തന്ന് അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അതൊക്കെ വാങ്ങിച്ചു തന്ന് നമ്മൾ വാപ്പ വീട്ടിൽ കൊണ്ടുവിടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരുപാട് മിസ് ചെയ്തത് വാപ്പപ്പാനാണ്. ഞാൻ അവൾമാരുടെ അടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെ നമ്മൾ പിന്നെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. പോണ വഴി പോകുന്നത് ഇതിലുള്ളൊരു മാർക്കറ്റിൽ കൂടെ ആയിരുന്നു കേട്ടോ. ഈവനിങ് ആയിട്ടുണ്ടായിരുന്നെങ്കിലും മാർക്കറ്റിൽ ഇപ്പോഴും നല്ല തിരക്കാട്ടോ. പൂക്കളും പച്ചക്കറികളും അങ്ങനെ പറയണ്ട. മാർക്കറ്റ് ആകുമ്പോൾ എല്ലാ തരം സാധനങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ എല്ലാ തരം ഐറ്റംസ് ഉള്ള ഒരു മാർക്കറ്റിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മൾ വന്നത്. പിന്നെ നമ്മൾ നാരങ്ങവെള്ളം കുടിക്കാനായിട്ട് ഇവിടെ കയറിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് തമിഴ്നാട് വന്നിട്ട് ലൈം ജ്യൂസ് കുടിക്കുന്നത്. പക്ഷേ കൊള്ളായിരുന്നു. നമ്മുടെ നാട്ടിൽ അത്ര അടിപൊളിയായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് സ്റ്റാൻഡിലേക്ക് പോയപ്പോഴാണ് ഓർത്തത് ഇവിടെ ഈ ശ്രീവില്ലിപുത്തൂർ ഒരു മെയിൻ ഐറ്റം ഉണ്ട്, അതാണ് പാൽക്കോവ. ഇവിടുത്തെ മെയിൻ ഐറ്റം വാങ്ങിക്കാതെ എങ്ങനെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ അതും വാങ്ങിച്ച് അവിടുന്ന് നേരെ പോയത് ബസ് സ്റ്റാൻഡിലേക്കാട്ടോ. അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ അടുത്ത് ഷമീർക്ക് പറയുന്നത്, നീ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അതിലും നല്ലൊരു അപ്പുറത്തെ കടയിൽ കിട്ടുമായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ല, സാധാരണ ഞാൻ ഈ വഴിയല്ല വീട്ടിലേക്ക് വരാറുള്ളത്, ഞാൻ വേറെ റൂട്ടാണ്, അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ സാരമില്ല എന്ന് പറഞ്ഞ് അതും കൊണ്ട് ഞങ്ങൾ നേരെ ബസ്സിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾക്ക് സമയം പറഞ്ഞിട്ടുള്ളത് 7:30 വരെയായിരുന്നു കേട്ടോ കോളേജിൽ എത്താനായിട്ട്. കറക്റ്റ് സമയത്ത് നമ്മൾ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ഡേ ഫുള്ള് എൻജോയ് ചെയ്ത് നമ്മളെല്ലാവരും നമ്മുടെ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ലവ് യു ആൻഡ് ബൈ.